Once again, welcome to the topic money and credit. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 2 types of credits ആണ്. ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്താണ്? ആർക്കാണ് കൂടുതൽ ഫോർമൽ സെക്ടറിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടുന്നത്? ആർക്കാണ് ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കേണ്ടി വരുന്നത്? What are the different types of members functioning in the SHG? How does the SHG function? അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay, the various types of loan can be conveniently grouped as formal sector loans and informal sector loans. രണ്ട് ടൈപ്പ് ലോൺ ആണ് ഉള്ളത്, ഫോർമൽ സെക്ടർ ലോൺസ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ ലോൺ. The formal are loan from banks and cooperatives. Formal sector ലോണിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ്സ് ആണ്. The informal sector ലോൺസിൽ വരുന്നത് മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, എംപ്ലോയേഴ്സ്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഫോർമൽ സെക്ടർ ലോൺ വരുന്നത്, ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് ഫുള്ളി ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഫോർമൽ സെക്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നേരെ മറിച്ച് ഇൻഫോർമൽ സെക്ടറിൻ്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് നോ റൂൾ. RBI അതിൻ്റെ ഫങ്ഷൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ RBI? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് നാഷണലൈസ്ഡ് ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യുന്നത്? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂപ്പർവൈസസ് ദ ഫങ്ഷനിങ് ഓഫ് ഫോർമൽ സോഴ്സസ് ഓഫ് ലോൺസ്. ഫോർമൽ സെക്ടറിൽ നടക്കുന്ന എല്ലാ രീതിയിലുള്ള ഡേ ടു ഡേ ട്രാൻസാക്ഷൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അതാത് ദിവസം റിസർവ് ബാങ്കിനെ അറിയിച്ചിരിക്കണം. ബാങ്ക്സ് മെയിൻറ്റെയിൻ എ മിനിമം ക്യാഷ് ബാലൻസ് ഔട്ട് ഓഫ് ദ ഡെപ്പോസിറ്റ്സ് ദേ റിസീവ്. ഓരോ വ്യക്തിയും ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഫിക്സഡ് എമൗണ്ടായിട്ട് ഉള്ള എമൗണ്ട് ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് ബാങ്കിൽ സൂക്ഷിക്കുന്നതായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പം ക്യാഷ് റിസർവ് റേഷ്യോ എത്ര ശതമാനം വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അത് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം തീരുമാനം എടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. The RBI monitors the banks in actually maintaining cash balance. അപ്പോൾ അത് എത്ര ശതമാനം ഉണ്ടെന്നും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്നും ഉള്ള ഡ്യൂട്ടി RBI മെയിൻറ്റെയിൻ ചെയ്യുന്നതുണ്ടായിരിക്കും. RBIക്ക് വേണമെങ്കിൽ സർപ്രൈസ് ചെക്കിംഗ് ഒക്കെ നടത്താം. അപ്പോൾ എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക്സും കൃത്യമായിട്ടും RBI പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ക്യാഷ് റിസർവ് റേഷ്യോ ആ ഫിക്സഡ് പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. The RBI sees that the banks give loans not just to profit-making businesses and traders, but also to small cultivators, small industries, to small borrowers, etc. RBI നാഷണലൈസ്ഡ് ബാങ്ക്സിന് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ എന്ന് വെച്ചാൽ ബാങ്ക്സ് സാധാരണ ലാഭം കൂടുതൽ കിട്ടുന്ന ബിസിനസ് ക്ലാസ്സിന് മാത്രമാണ് ലോൺ കൊടുക്കുന്നത്. ബട്ട് ഹിയർ ദ RBI ഈസ് ഡയറക്റ്റിംഗ് ബാങ്ക് ഷുഡ് ഗിവ് ലോൺസ് നോട്ട് ഓൺലി ടു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്സസ്. ലാഭം ഉണ്ടാക്കുന്ന വലിയ ബിസിനസ് ക്ലാസ്സിന് മാത്രമല്ല ലോൺ കൊടുക്കേണ്ടത്, ബട്ട് ടു സ്മോൾ കൾട്ടിവേറ്റേഴ്സ്, ചെറുകിട കൃഷിക്കാർക്കാണെങ്കിലും ചെറിയ ഇൻഡസ്ട്രീസ് നടത്തുന്ന ആൾക്കാർക്കാണെങ്കിലും ചെറിയ രീതിയിൽ കടമെടുക്കുന്ന ആൾക്കാർക്കും എല്ലാ സെക്ഷനിൽ പെട്ട ആൾക്കാർക്കും മാക്സിമം ലോൺ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ഡയറക്ഷനാണ് RBI കൊടുത്തിരിക്കുന്നത്. Banks have to submit information to RBI on how much they are lending to whom, at what interest rate, etc. അതുകൂടാതെ ബാങ്ക്സ് റെഗുലറായിട്ട് RBIക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. ആർക്കൊക്കെ എത്ര ശതമാനം ലോൺ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, അതിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റെഗുലറായിട്ട് RBIക്ക് നാഷണലൈസ്ഡ് ബാങ്ക്സ് അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ അയച്ചിരിക്കണം. ഇനിയും ഇൻഫോർമൽ സെക്ടറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ദർ ഈസ് നോ ഓർഗനൈസേഷൻ വിച്ച് സൂപ്പർവൈസ് ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ലെൻഡേഴ്സ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ. അപ്പോൾ ഫോർമൽ സെക്ടറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും RBIക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും. നാഷണലൈസ്ഡ് ബാങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡെപ്പോസിറ്റിന് ദർ ഈസ് 100% ഗ്യാരൻറ്റി ഫ്രം ദ RBI. ആ ബാങ്കിൽ തന്നെ എന്ത് പ്രശ്നം തന്നെ വന്നാലും അതിനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി, അതിന് നമുക്ക് ഫുൾ ഗ്യാരൻറ്റി നമുക്ക് RBI തരുന്നുണ്ട്. പക്ഷേ ഇൻഫോർമൽ സെക്ടറിൻ്റെ കാര്യത്തിൽ RBIക്ക് ഇൻ്റർഫിയറൻസ് ഇല്ല. RBIയും വേറെ ഒരു ഏജൻസിയും ഇൻഫോർമൽ സെക്ടറിൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല.
They can lend at whatever interest they choose. അവർക്ക് എത്ര amount വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എത്ര ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വേണമെങ്കിലും ലെൻഡ് ചെയ്യാം. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും പറ്റത്തില്ല. ദർ ഈസ് നോ വൺ ടു സ്റ്റോപ്പ് ദെം ഫ്രം യൂസിങ് അൺഫെയർ മീൻസ് ടു ഗെറ്റ് ദെയർ മണി ബാക്ക്. അപ്പോൾ അവരുടെ പണം തിരിച്ചു കിട്ടാനായിട്ട് എന്ത് മെഷേഴ്സും ഇൻഫോർമൽ സെക്ടർ യൂസ് ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. കമ്പയർ ടു ദ ഫോർമൽ ലെൻഡേഴ്സ്, most of the informal lenders charge a much high rate of interest. ഫോർമൽ സെക്ടർ ലോൺ ആണെങ്കിൽ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. നേരെ മറിച്ച് ഇൻഫോർമൽ സെക്ടർ ലോൺ ആണെങ്കിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. Thus the cost of the borrower of informal loan is much higher. അപ്പോൾ സാധാരണ ഫോർമൽ സെക്ടറിൽ ലോൺ എടുക്കുമ്പോഴത്തേന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരുപാട് താഴെയാണെങ്കിലും ലോട്ട്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദ ഫോർമൽ സെക്ടർ. ഫോർമൽ സെക്ടറിൽ ഒരു ലോണൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ഫോർമാലിറ്റീസും ഒക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ദർ ഈസ് ലോട്ട്സ് ഓഫ് ഡിലേ ഇൻ ടേക്കിംഗ് എ ലോൺ ഫ്രം ദ ഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടറിൽ പോയാൽ ലോൺ വിൽ ബി സാങ്ഷൻ വിതിൻ എ വെരി ക്വിക്ക് മെഷർ. പെട്ടെന്ന് തന്നെ ഓൾ ഓഫ് എ സഡൻ തന്നെ വിതിൻ വെരി ലെസ് ടൈം ലോൺസ് വിൽ ബി സാങ്ഷൻ ഫ്രം ദ ഇൻഫോർമൽ സെക്ടർ വിത്ത് വെരി ലെസ് ഡോക്യുമെൻറ്റേഷൻ വിത്ത് വെരി ലെസ് ഫോർമാലിറ്റി. അതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും മിക്ക ആൾക്കാരും ലോൺ എടുക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറാണ്. Higher cost of borrowing means a larger part of the earnings of the borrowers is used to repay the loan. Hence, borrowers have less income left for themselves. അപ്പോൾ കൂടുതൽ ആൾക്കാരും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ലോൺ എടുക്കുന്നത് ഫ്രം ദ ഫോർമൽ സെക്ടർ ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ദ ലോൺ അറ്റ് എ വെരി ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ബട്ട് ഓൺ ആൻ ആവറേജ് മോസ്റ്റ് ഓഫ് ദ പുവർ പീപ്പിൾ ആർ അപ്രോച്ചിങ് ദ ഇൻഫോർമൽ സെക്ടർ for getting the loan. Informal sector ലോൺ എടുക്കുമ്പോഴത്തേന് they have to give high rate of interest. In certain cases the highest rate of interest for borrowing can mean that amount to be repaid is greater than the income of the borrower. അപ്പോൾ those who are getting the loan from the formal sector are again being benefited, but those who are taking the loan from the informal sector ആർ ഫോളിങ് ഇൻ ടു എ ബിഗ് ഡെറ്റ് ട്രാപ്പ്. കാരണം ഇത് തിരിച്ചടയ്ക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് ബോറോയിങ് ഈസ് ഓൾസോ വെരി ഹൈ. ദിസ് കുഡ് ലീഡ് ടു ഇൻക്രീസിങ് ഡെറ്റ്. അങ്ങനെ പലപ്പോഴും ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് റെഗുലറായിട്ട് ലോൺ എടുക്കുന്ന ആൾക്കാർ കടക്കെണിയിൽ വീഴാറുണ്ട്. People who might wish to start an enterprise by borrowing may not do so because of the high cost of borrowing. അതുകൊണ്ട് പുതിയതായിട്ടൊരു ബിസിനസ് സംരംഭം എന്തെങ്കിലും തുടങ്ങണമെങ്കിലും ആൾക്കാർക്ക് മടിയാണ്. ബിക്കോസ് അവർക്ക് ലോൺ കിട്ടണമെങ്കിൽ ഇൻഫോർമൽ സെക്ടറിൽ നിന്നാണ് പെട്ടെന്ന് ലോൺ കിട്ടുന്നത്. നാഷണലൈസ്ഡ് ബാങ്ക്സ് വഴി പോവുകയാണെങ്കിൽ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ വർക്കും ഫോർമാലിറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ട് ലോട്ട്സ് ഓഫ് ഡിലേ ആണ്. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് വില്ലിങ് ടു ടേക്ക് ദ ലോൺ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും ഇത്രയും ഫോർമാലിറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ലോൺ എടുക്കാൻ മടിയാണ്. ചീപ്പ് ആൻഡ് അഫോർഡബിൾ ക്രെഡിറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ കൺട്രീസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിൽ ചീപ്പായിട്ടുള്ള ലോണ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മോർ ആൻഡ് മോർ ബിസിനസ് സെക്ടർ വിൽ കം ഫോർവേഡ്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കും. ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്ഷൻ മേഖലയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും. ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴത്തേനും ഒരുപാട് പേരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും ഒക്കെ കൂടുമ്പോഴത്തേന് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ ഗവൺമെൻറ് എടുക്കേണ്ട ഇനിഷ്യേറ്റീവ് ടു ഓപ്പൺ മോർ ആൻഡ് മോർ ബ്രാഞ്ചസ് ഓഫ് ദ ഫോർമൽ സെക്ടർ ഇൻ ദ റൂറൽ ഏരിയസ്. മിക്കപ്പോഴും കൂടുതലും നാഷണലൈസ്ഡ് ബാങ്ക്സ് ആർ ഫൗണ്ട് ഇൻ ദ അർബൻ ഏരിയാസിലാണ് കൂടുതലും നാഷണലൈസ്ഡ് ബാങ്ക്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം പാവപ്പെട്ട ആൾക്കാർക്ക് റൂറൽ ഏരിയാസിൽ ഇതുപോലുള്ള കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ക്യാൻ ബി ബെനിഫിറ്റഡ്. ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്ഷൻ മേഖലയിൽ ഇൻ്റർഫിയർ ചെയ്ത് അവർക്ക് പ്രൊഡക്ഷനൊക്കെ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യമൊക്കെ ഒരു പരിധി വരെ കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട്
ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ പേജ് നമ്പർ 49 ഒരു പൈ ഡയഗ്രാം തന്നിരിക്കുന്നതിനകത്തിൽ പുവർ ഹൗസ് ഹോൾഡ്സും റിച്ച് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്സും എല്ലാവരും ഫോർമൽ സെക്ടറിൽ നിന്ന് ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് പിക്ചറിനകത്തിൽ പുവർ ഹൗസ് ഹോൾഡ്സ് എടുത്തിരിക്കുന്ന ലോൺ 85% ലോണും അവരെടുത്തിരിക്കുന്നത് ഫ്രം ദ ഇൻഫോർമൽ സെക്ടറാണ്. കാരണം അവർക്കുള്ള ഡോക്യുമെൻറ്റേഷൻ വർക്കിനോ കൊളാട്രൽ അവൈലബിൾ ആയിട്ടുള്ള കൊളാട്രലോ ഒക്കെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മോസ്റ്റ് ഓഫ് ദ പുവർ ഹൗസ് ഹോൾഡ്സ് ഹാവ് ടേക്കൺ ലോൺ ഫ്രം ദ 85%. അവർക്ക് 15% ലോൺ മാത്രമേ ഫോർമൽ സെക്ടറിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പം ദേ ഹാവ് ടു പേ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് കൂടുതൽ ലോൺ എടുത്തത് കൊണ്ട് അവർ ഒരുപാട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥയിലാണ്. നേരെ മറിച്ച് റിച്ച് ഹൗസ് ഹോൾഡ് ആണെങ്കിൽ അവർക്കും ലോൺ ഉണ്ട്, ബട്ട് 90% ഓഫ് ദർ ലോൺ ഈസ് ഫ്രം ദ ഫോർമൽ സെക്ടർ ആൻഡ് ഓൺലി 10% മാത്രം 10% മാത്രമേ റിച്ച് ഹൗസ് ഹോൾഡ്സ് ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ദേ ആർ ബീങ് ബെനിഫിറ്റഡ്, ദേ അഗെയിൻ ആൻഡ് അഗെയിൻ ബിക്കമിങ് റിച്ച് ആൻഡ് ദ പുവർ ഹൗസ് ഹോൾഡ്സ് ആർ അഗെയിൻ ആൻഡ് അഗെയിൻ ബിക്കമിങ് poor. അതുകൊണ്ട് ബാങ്ക്സ് should open more and more branches in the rural areas and see that more and more loans are available not only to the rich class but also to the poor class. ഒരുപാട് ലോൺസ് എക്സ്പാൻഡ് ചെയ്ത് എല്ലാവർക്കും ലോൺ ആക്സസിബിൾ ആക്കാനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതുപോലെ ഫോർമാലിറ്റീസും ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ കുറേ കൂടെ ലിബറലൈസ് ചെയ്താൽ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നീട് ഉള്ളത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആണ്, SHG. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊളാട്രൽ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിൽ നിന്ന് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മിക്കവാറും ഉള്ള ഫാമിലീസ് എന്ന് വെച്ചാൽ വെരി പുവർ ഫാമിലി ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് കൊളാട്രൽ ഇല്ല, ആബ്സെൻസ് ഓഫ് കൊളാട്രൽ കാരണം അവർക്ക് ലോൺ എടുക്കാൻ ദേ ആർ നോട്ട് എലിജിബിൾ. അവർക്ക് ഒരിക്കലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റത്തില്ല. Absence of collateral is one of the major reasons which prevents the poor from getting bank loans. So poor people mostly bank loan എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ആബ്സെൻസ് ഓഫ് കൊളാട്രൽ ആണ്. അപ്പോൾ അവർ കൂടുതലും ലോൺ എടുക്കുന്നത് ഫ്രം ദ മണി ലെൻഡേഴ്സ് ആകുമ്പോഴത്തേന് ഈവൻ വിതൗട്ട് കൊളാട്രൽ ദേ ആർ വില്ലിംഗ് ടു ഗിവ് ദ ലോൺ. കൊളാട്രൽ ഇല്ലാതെ തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് മണി ലെൻഡേഴ്സ് ലോൺ കൊടുക്കും. ബട്ട് മണി ലെൻഡേഴ്സ് ചാർജ് വെരി ഹൈ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. അതേപോലെ കീപ് നോ റെക്കോർഡ്സ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഹരാസ് ദ പുവർ ബോറോവേഴ്സ്. മണി ലെൻഡേഴ്സിന് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ വർക്കൊന്നും കാണത്തില്ല. എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും, കാരണം RBI ഈസ് നോട്ട് ഇൻ്റർഫിയറിങ്. പിന്നെ പൈസ തിരിച്ചടച്ചതിൻ്റെയും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാൽക്കുലേഷൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒന്നും പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ റെക്കോർഡൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ദർ ഈസ് മോർ ചാൻസ് ഫോർ ദ പുവർ പീപ്പിൾ ബീങ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദ മണി ലെൻഡേഴ്സ്. അതുകൊണ്ട് പുവറായിട്ടുള്ള ബോറോവേഴ്സിനെ പല രീതിയിൽ മണി ലെൻഡേഴ്സ് ഹരാസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാനായിട്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഫോം ചെയ്തിട്ട് അവർ റെഗുലറായിട്ട് ഒരു ചെറിയ എമൗണ്ട് എല്ലാ വീക്കെൻഡിലും സേവ് ചെയ്യുവാണ്. എ ടിപ്പിക്കൽ SHG ഹാസ് 15 to 20 members. ഒരു SHG ഫോം ചെയ്യാൻ മിനിമം 15 to 20 members ഉണ്ടായിരിക്കണം. യൂഷ്വലി ബിലോങ്ങിങ് ടു വൺ നെയ്ബർഹുഡ്. ഒരേ അയൽവാസികൾ, ഒരേ ചുറ്റുപാടുമുള്ള ആൾക്കാർ, ഒരേ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരാണ് ഒരു SHG ഫോം ചെയ്യുന്നത്. ഇൻ ദെയർ നെയ്ബർഹുഡ് ഹു മീറ്റ് ആൻഡ് സേവ് റെഗുലർലി. അപ്പോൾ അവരൊരു എമൗണ്ട് ഫിക്സ് ചെയ്താൽ എല്ലാ മെമ്പേഴ്സും റെഗുലറായിട്ട് വീക്കെൻഡിൽ ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് സേവ് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. സേവിങ് പെർ മെമ്പർ വേരീസ് ഫ്രം ₹25 to ₹100. അപ്പോൾ 25 rupees ഫിക്സ് ചെയ്തെങ്കിൽ എവറിബഡി ഷുഡ് കോൺട്രിബ്യൂട്ട് 25. 100 ആണെങ്കിൽ എവറിബഡി ഷുഡ് കോൺട്രിബ്യൂട്ട് 100. സോ അവർക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അബവ് 100, 500 ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ യൂണിഫോം ആയിട്ടുള്ള ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് എല്ലാവരും റെഗുലറായിട്ട് ആ എമൗണ്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഡിപ്പെൻഡിങ് ഓൺ ദ എബിലിറ്റി ഓഫ് ദ പീപ്പിൾ ടു സേവ്. എല്ലാ മെമ്പേഴ്സിനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് വേണം ഫിക്സ് ചെയ്യാൻ. മെമ്പേഴ്സ് ക്യാൻ ടേക്ക് സ്മോൾ ലോൺസ് ഫ്രം ദ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ് ടു മീറ്റ് ദർ നീഡ്സ്. അപ്പോൾ ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് കുറേ മാസങ്ങൾ കഴിയുമ്പോഴത്തേന് അത് ഒരു വലിയ ഒരു എമൗണ്ട് ആകുമ്പോഴത്തേന് ആ എമൗണ്ട് അവർക്ക് ബാങ്കിൽ ഒരു FD ആയിട്ടിടാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിച്ചാൽ ആ FDയുടെ ഡോക്യുമെൻ്റ് വെച്ച് ദേ ക്യാൻ ടേക്ക് ദ ലോൺ.
അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ട് ലോൺ എടുക്കാനുള്ള അവസരം കിട്ടുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈച്ച് ആൻഡ് എവറി മെമ്പർ ഈസ് ഗെറ്റിംഗ് എ ചാൻസ് ടു ടേക്ക് ദ ലോൺ. എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ ലോൺ എടുക്കാനുള്ള ടേൺ വൈസ് ലോൺ എടുക്കാൻ എല്ലാവർക്കും അവസരം കിട്ടുന്നുണ്ട്. വിതൗട്ട് എ കൊളാട്രൽ, അവർക്ക് സ്വന്തമായിട്ടുള്ള കൊളാട്രൽ ഇല്ല, ബട്ട് ഗ്രൂപ്പ് ആസ് എ ഹോൾ അവർക്ക് ഒരു കൊളാട്രൽ ഉണ്ട്. ആ കൊളാട്രൽ പ്ലഡ്ജ് ചെയ്തിട്ട് ദേ ക്യാൻ ടേക്ക് ദ ലോൺ. The group charges interest on these loans, but this is still less than what the money lender charges. അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് ലോൺ എടുക്കും, ആ ലോണിൻ്റെ പേയ്മെൻറ്റ് റെഗുലറായിട്ട് നടത്തും. ബട്ട് ലോൺ ഈസ് ഗിവൺ ടു ദം, അവർക്ക് കിട്ടുന്ന ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെരി ലോ വെൻ കമ്പയർഡ് ടു മണി ലെൻഡർ. മണി ലെൻഡർ ചാർജ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ചാർജ് ചെയ്യുന്നത്. After a year or two, if the group is regular in savings, it becomes eligible for availing loan from the bank. അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് എല്ലാവരും ലോൺ എടുത്തു, തിരിച്ചടച്ചു, റെഗുലറായിട്ട് കോൺട്രിബ്യൂഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ വലിയ എമൗണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ ലോൺ ഈസ് സാങ്ഷൻഡ് ഇൻ ദ നെയിം ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് ഈസ് മെൻറ്റ് ടു ക്രിയേറ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ മെമ്പേഴ്സ്. അപ്പോൾ SHG മെമ്പേഴ്സ് ഒരുമിച്ച് നിന്നാണ് ലോണിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ലോൺ ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പേരിലായിട്ട്, ആ ഗ്രൂപ്പിൻ്റെ പേരിലാണ് ലോൺ സാങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ. വീഴ്ചയുണ്ടായാൽ എല്ലാവരുടെയും കൂടെ സേവിങ്സിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് കളക്റ്റീവായിട്ട് അവർ റെസ്പോൺസിബിളായിട്ട് കറക്റ്റ് ടൈമിന് അത് അവർ റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം. For instance, small loans are provided to the members for releasing mortgaged land. ചിലപ്പം ഭൂമി പണയം വെച്ചതിൽ നിന്നും അത് തിരിച്ചെടുക്കാനായിട്ട് ലോൺ കൊടുക്കാം. ഫോർ മീറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, എക്സാമ്പിൾ ബൈയിങ് സീഡ്സ്, കൃഷി ചെയ്യാനായിട്ട്, വളം വാങ്ങിക്കാൻ, ഫെർട്ടിലൈസേഴ്സിനായിട്ട്, റോ മെറ്റീരിയൽസ് ലൈക്ക് ബാംബു ആൻഡ് ക്ലോത്ത്, അങ്ങനെ എന്തെങ്കിലും സ്വയം തൊഴിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനോ അതിൻ്റെ മെഷീൻസ് വാങ്ങിക്കാനോ ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും ലോൺ എടുക്കാനായിട്ട് ബാങ്ക് അവസരം കൊടുക്കുകയാണ്. ഫോർ ഹൗസിംഗ് മെറ്റീരിയൽസ്, ഫോർ അക്വയറിങ് അസറ്റ്സ് ലൈക്ക് സ്വിമ്മിങ് മെഷീൻ, ഹാൻഡ്ലൂംസ്, കാറ്റിൽ എക്സെട്ര. അവരവരുടെ ക്വാളിറ്റി അനുസരിച്ച് അവർക്ക് തയ്യൽ അറിയാമെങ്കിൽ സ്വിമ്മിങ് മെഷീൻ, തയ്യൽ മെഷീൻ എടുക്കാം. അല്ലെങ്കിൽ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, ഫ്ലോർ മെഷീൻ, അങ്ങനെ ഇഷ്ടമുള്ള അവർക്ക് എന്ത് വർക്കാണോ ചെയ്യാൻ താല്പര്യമുള്ള അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസും അതിൻ്റെ മെഷീനറീസും അതിൻ്റെ ക്യാപിറ്റലിൻ്റെ ഉള്ള എമൗണ്ട് വാങ്ങിക്കാനായിട്ടുള്ള ലോൺ അവർക്ക് ബാങ്കിൽ നിന്ന് കിട്ടും. Most of the important decisions regarding the savings and loan activities are taken by the group members. അപ്പോൾ ഈ എന്ത് കാര്യത്തിനാണ് ലോൺ എടുക്കേണ്ടത്, അത് എത്ര വീതമാണ് തിരിച്ചടയ്ക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം തീരുമാനങ്ങൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരാളിൻ്റെ തീരുമാനമല്ല. ഓൾ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ടുഗെദർ ഷുഡ് ടേക്ക് ദ decision. The group decides as regards the loans to be granted. എന്തിനു വേണ്ടിയാണ് ലോൺ എടുക്കേണ്ടത്, അതിൻ്റെ പർപ്പസ് എന്താണ്, എത്ര എമൗണ്ടാണ് ലോൺ എടുക്കേണ്ടത്, അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും, അത് എങ്ങനെയാണ് തിരിച്ച് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ എന്താണ്, അതെല്ലാം ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ വീക്കെൻഡിൽ റെഗുലറായിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ചർച്ച ചെയ്തിട്ടാണ് അവർ തീരുമാനം എടുക്കുന്നത്. ഓൾസോ ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ദ ലോൺ. അതുകൊണ്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആസ് എ ഹോൾ അതിന് റെസ്പോൺസിബിൾ ആണ്. Any case of non-repayment of loan by any one member is followed up seriously by other members in the group. അപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ അതിൽ വീഴ്ച വരുത്തിയാൽ ബാക്കി മെമ്പേഴ്സ് എല്ലാം കൂടെ കമ്പൽ ചെയ്ത് ആ ആളിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ലോൺ അടപ്പിച്ചിരിക്കും. അപ്പം ബാങ്കിനോ ബാങ്ക് മാനേജേഴ്സിനോ അതൊരിക്കലും ഒരു തലവേദനയോ ഒരു റിസ്ക്കോ ഒന്നുമല്ല. സോ ബാങ്ക്സ് ആർ വെരി മച്ച് ഹാപ്പി ടു ഗിവ് ദ ലോൺ. കാരണം ബാങ്ക് ഇതിൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് മെമ്പേഴ്സ് കളക്റ്റീവായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഫീച്ചർ ബാങ്ക്സ് ആർ വില്ലിംഗ് ടു ലെൻഡ് ടു ദ പുവർ വിമൻ when organized in SHG even though they have no collateral as such. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കൊളാട്രൽ ഇല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും അവരുടെ ടേൺ അനുസരിച്ച്
ഗ്രൂപ്പിൽ നിന്നും SHG ആയിട്ട് അവർക്ക് ലോൺ എടുക്കാനുള്ള അവസരം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അവരുടെ FDയുടെ എമൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ട് കൂടുന്നതനുസരിച്ച് വലിയ എമൗണ്ടാണ് പിന്നീട് അവർക്ക് ലോൺ എടുക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഇൻഫോർമൽ സെക്ടറിൽ ഹൈ റേറ്റ് ചാർജ് ചെയ്യുന്ന മണി ലെൻഡേഴ്സോ പ്രൈവറ്റ് ബാങ്ക്സിനെ ഒന്നും ആശ്രയിക്കാതെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി തന്നെ ലോൺ എടുക്കാനുള്ള അവസരങ്ങൾ SHG മെമ്പേഴ്സിന് കിട്ടുന്നുണ്ട്. ദസ് ദ SHG ഹെൽപ്പ് ബോറോവേഴ്സ് ഓവർകം ദ പ്രോബ്ലം ഓഫ് ലാക്ക് ഓഫ് കൊളാട്രൽ. അപ്പോൾ കൊളാട്രൽ ഇല്ലെങ്കിൽ പോലും അവർക്ക് ലോൺ എടുക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. They can get timely loans for a variety of purpose and at a reasonable rate. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം ലോൺ എടുക്കാം, റീസണബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. മോറോവർ SHGs are building blocks of organization of the poor. അപ്പോൾ ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലായിടത്തും ഈ SHGയുടെ ഫങ്ഷൻ വ്യാപിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് റൂറൽ ഏരിയാസിലുള്ള എല്ലാവർക്കും അതൊരു നല്ല സപ്പോർട്ടാണ് ഫോർ ഗെറ്റിംഗ് ദ ലോൺ. Not only does it help women to become financially self-reliant, അപ്പം വിമൻ എല്ലാം സെൽഫ് എംപ്ലോയിഡ് ആവുന്നു, സെൽഫ് സഫിഷ്യൻ്റ് ആവുന്നു. അവർക്ക് ഒരു തൊഴിൽ കണ്ടെത്താനും അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താനും അത് എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനും ഉള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നുണ്ട്. ദ റെഗുലർ മീറ്റിംഗ്സ് ഓഫ് ദ ഗ്രൂപ്പ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് ആൻഡ് ആക്ട് ഓൺ എ വെറൈറ്റി ഓഫ് സോഷ്യൽ ഇഷ്യൂസ്. പിന്നെ അവരുടെ ലൊക്കാലിറ്റിയിലുള്ള സോഷ്യൽ ഇഷ്യൂസിലെല്ലാം അവർക്ക് പങ്കെടുക്കാനും, ഇഷ്യൂസ് സച്ച് ആസ് ഹെൽത്ത്, ന്യൂട്രീഷൻ, ഡൊമസ്റ്റിക് വയലൻസ്, എന്തൊക്കെ ഇഷ്യൂസ് ആ ലൊക്കാലിറ്റിയിൽ അവരുടെ വീടുകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത് പ്രൊഫസർ മുഹമ്മദ് യൂനസ്, ദ ഫൗണ്ടർ ഓഫ് ഗ്രാമീൺ ബാങ്ക് ആൻഡ് റെസിപ്പിയൻ്റ് ഓഫ് 2006 നോബൽ പ്രൈസ് വിന്നർ ഫോർ പീസ്. ഗ്രാമീൺ ബാങ്ക് ഓഫ് ബംഗ്ലാദേശ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കൊണ്ടാണ്, ഇതിൻ്റെ ഒരു സക്സസ് സ്റ്റോറി കാരണമാണ് നമ്മൾ ഇന്ത്യയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നിലവിൽ കൊണ്ടുവരാനായിട്ട് തുടക്കം വെച്ചത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രൊഫസർ മുഹമ്മദ് യൂനസ് ആണ്. He was a founder of the Grameen Bank. So thank you all of you.